السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل نار جهنم أشد حرا لو كانوا يفقهون. സ്നേഹമുള്ളവരെ, സൂറത്തു തൗബയിലെ 81-ാമത്തെ വചനം. നമ്മുടെ നാട് അസഹ്യമായ ചൂടും അതിൻ്റേതായ അസ്വസ്ഥതകളുമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചൂട് കൊണ്ട് മരണം വരെ സ്ഥിരീകരിച്ചു എന്നാണ് സൂര്യതാപമേറ്റ് മനുഷ്യർ മരിക്കുന്നതുവരെ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രവുമല്ല, ഈ ചൂടിൽ നിന്ന് രക്ഷ നേടാനുള്ള, അതിജീവിക്കാനുള്ള മാർഗങ്ങളാണ് AC വാങ്ങി ഫിറ്റ് ചെയ്യുകയും കൂളർ സ്ഥാപിക്കുകയും ഫാന് പുതിയതായി സംവിധാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമിയെയാണ് സംവിധാനിച്ചത് ജീവിക്കാൻ. വൽ അർള വൽഅഹാലിൽ അന. ഒരുപാട് ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യവാസത്തിന് വേണ്ടി അള്ളാഹ് തയ്യാർ ചെയ്തത് ഈ ഭൂമിയെയാണ്. പതിവില്ലാത്ത വിധം ചൂട് കൂടിയതിനെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും മാത്രമല്ല, സെൽഫ് ലോക്ക്ഡൗൺ ആചരിക്കണമെന്നും കോട്ടൺ വസ്ത്രം ധരിക്കണമെന്നും ഇത്ര മണി മുതൽ ഇത്ര മണി വരെ പുറത്തേക്ക് ഇറങ്ങരുതെന്നും പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കണമെന്നും അങ്ങനെ പലജാതി നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ സ്വരക്ഷയ്ക്ക് വേണ്ടി സ്വീകരിക്കേണ്ട മാർഗങ്ങളാണ് താനും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യനും ചന്ദ്രനുമൊക്കെ റസൂലുള്ള പറയുന്നുണ്ട്, ആയത്താനി മിൻ ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തമാണ്. സൂര്യൻ ഉള്ള സ്ഥാനത്ത് നിന്ന് അല്പം നീങ്ങിപ്പോവുകയോ താഴ്ന്നു വരികയോ ചെയ്താലുണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. തണുപ്പ് ബാധിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകുന്നതും തപിക്കുന്ന ചൂടുകൊണ്ട് കരിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നതും ഒക്കെ ഇതിൻ്റെ ഭാഗമായി നമ്മൾക്കറിയാവുന്ന സംഗതിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് അനുഭവിക്കുമ്പോൾ ഓർമ്മ വരേണ്ട ഒന്നുണ്ട്. ഈ ചൂട് തന്നെ സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അതിജീവനത്തിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തുന്നവരാണ് നമ്മളൊക്കെ. വിശ്വാസികളായ നമ്മൾ കൂട്ടത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു ചിന്ത, ഈ ചൂടിനേക്കാൾ അതിശക്തമായൊരു ചൂട് നമുക്ക് മഹശറയിൽ വരാനുണ്ട്. ആ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ, പ്രതിവിധി ആചരിക്കാൻ മാർഗങ്ങളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വലൗ ബിശിക്കി തമ്രത്തിൻ, ഒരു കാരക്കയുടെ ചീന്ത് കൊടുത്തെങ്കിലും ധർമ്മം ചെയ്തെങ്കിലും അവിടുന്ന് രക്ഷ. ഒന്നുമില്ലാത്തൊരു വ്യക്തിയോടാണ് ആ ജ്വലിക്കുന്ന നരകത്തിൻ്റെ ചൂട് മനസ്സിലേക്കാണ്ട് ആവാഹിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണോ കൈവശമുള്ളത് കൊടുത്തു പോകുമെന്ന് ഇപ്പോഴത്തെ ചൂട് അനുഭവിക്കുമ്പോൾ ആളുകൾ എന്തായാലും പാഠം പഠിക്കാൻ പറ്റിയൊരു സമയമാണ്. കാരണം ഉള്ളിൻ്റെ ഉള്ളാലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഖുത്ബക്ക് വരുമ്പോൾ ഒരാൾ ചോദിച്ചു, മൗലവി
മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ ഞമ്മക്ക്? എന്തുകൊണ്ടാണ് ചൂട് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് മഴ പെയ്യിപ്പിക്കാനുള്ള വിശ്വാസികൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനം ചെയ്യണമെന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടാൻ ഉതകുന്ന മാത്രയിൽ കാലാവസ്ഥകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഉള്ള കാലാവസ്ഥയെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അവയെ ശപിച്ച് സമയം ചെലവഴിച്ചതുകൊണ്ടോ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവില്ല എന്ന് വിശ്വാസികൾക്കറിയാം. അങ്ങനെ പറയുന്നത് തൊട്ട് വിശ്വാസികൾക്ക് ഭൂഷണവുമല്ല. മറിച്ച് എന്താണ്, ഈ കാലാവസ്ഥകളൊക്കെ ഉണ്ടാക്കിയവൻ റബ്ബാണ്. ആ റബ്ബിനോട് പറയുമ്പോഴാണ് ഏതവസ്ഥകൾക്കും മാറ്റമുണ്ടാകുന്നത് എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യര് മഹ്ശറിൽ വരുന്ന സമയത്ത് ഹുഫാത്തൻ ഒറാത്തൻ ഓർലൻ 3 പദപ്രയോഗങ്ങളാണ് റസൂലുള്ള പറയുന്നത്. എല്ലാ മനുഷ്യരും ഖിയാമത്ത് നാളിൻ്റെ അന്ന് വരുന്നത് നഗ്നപാതരായിട്ടാണ്. ചെരുപ്പുണ്ടാവില്ല, വസ്ത്രങ്ങൾ ഉണ്ടാവില്ല. സുന്നത്ത് കഴിക്കാത്ത അവസ്ഥയിലാണ് സുന്നത്ത് കഴിച്ചവരൊക്കെ വരിക. എന്നിട്ട് ആ അവസ്ഥയെ റസൂലുള്ള ഒന്ന് വിശദീകരിച്ചത്, ഫയകുനു നാസു അലാ ഖദരി അഅ്മാലിഹിം ഫിൽ അർദ്, വിയർപ്പിൽ മുങ്ങും മനുഷ്യർ ചൂട് കൊണ്ടാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചു, രാത്രി കിടന്നിട്ട് ഫാൻ എങ്ങനെ കറങ്ങിയാലും പെരടി വിയർത്ത് കിടക്കുന്ന ബെഡ്ഷീറ്റ് നനഞ്ഞ്, ഇതൊക്കെ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന. റസൂലുള്ള പറഞ്ഞു, പരലോകത്ത് വരുമ്പോൾ മനുഷ്യർ വിയർപ്പിൽ മുങ്ങിക്കുളിക്കും. എങ്ങനെയാണ് ആ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നത്? ആ അവസ്ഥ പറഞ്ഞത് ഇലാ കഅബൈഹി, ശരീരത്തിന്റെ ജലസാന്ദ്രതക്കനുസരിച്ചല്ല, അവരുടെ കർമ്മപുസ്തകത്തിലെ അമലുകൾക്കനുസരിച്ചാണ്. ചിലര് മടമ്പ് മൂടിയിട്ടുണ്ടാവും അവന്റെ വിയർപ്പ് കൊണ്ട്. ചിലരെന്ത് ചെയ്യും, ഇലാ റുക്കുബത്തൈഹി, മുട്ട് വരെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചിട്ടുണ്ടാവും. വമിൻഹും, എന്നാൽ ചിലരുടേത് വിയർപ്പ് ഇങ്ങനെ വായിലേക്ക് കയറിയിട്ടുണ്ടാവും. അത്രയും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്നൊക്കെ പറയുമ്പോൾ അതിശയോക്തിക്ക് ഭാവനയുടെ ചിറക് വെച്ചതല്ല അത്. ഇപ്പൊ വിയർപ്പ് കൊണ്ട് ചൂട് കൊണ്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് കറണ്ടിന് വോൾട്ടേജ് ഇല്ലാഞ്ഞിട്ട് ചില കുടുംബങ്ങളൊക്കെ കടൽ തീരത്തേക്ക് ഇറങ്ങിക്കിടക്കാൻ തുടങ്ങിയിരിക്കുന്നു. പത്രങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ. വീടിന്റെ അകത്തളങ്ങളിലെ ചൂട് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തകൂനു മിൻഹും കമിഖ്ദാരി മീലിൻ. ഇപ്പോ നമ്മുടെ സൂര്യൻ നമ്മളിൽ നിന്ന് നിൽക്കുന്ന ദൂരം പറയുന്നത് 150 മില്യൺ കിലോമീറ്റർ അപ്പുറത്തപ്പോൾ ഈ സൂര്യൻ ഉള്ളത്. 150 മില്യൺ കിലോമീറ്റർ അപ്പുറത്തുള്ള സൂര്യന്റെ താപം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ്, അതിന്റെ ചൂട് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് നമ്മൾ വേവും ചൂടുകൊടുത്ത് നടക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പള്ളികളൊക്കെ AC ആയി, വാഹനങ്ങളൊക്കെ AC ആയി. പുറപ്പെടുന്നതിന് മുമ്പേ AC ഒക്കെ ഇട്ട് തണുപ്പിച്ച് വെക്കുകയാണ്. കിടക്കാനുള്ള റൂം നേരത്തെ തണുപ്പിച്ച് വെക്കുകയാണ്. അത്രയും ചൂടിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. പക്ഷേ റസൂലുള്ള പറഞ്ഞു, അന്ന് സൂര്യൻ നമ്മുടെ മുകളിലുണ്ടാകുന്ന കമിഖ്ദാരി മീലിൻ, 1 മൈലിന്റെ അകലത്തിലായിരിക്കുന്ന. ആ മൈൽ എന്ന് പറഞ്ഞത് 1 കിലോമീറ്ററും നമ്മളെ മൈലും ആണോ? പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ട് പറഞ്ഞു, 2 രൂപത്തിലുണ്ട്. ഒന്ന്, കണ്ണിൽ സുറുമയിടുന്ന കോലിന് അറബിയിൽ മൈലിൽ നിന്ന് ഉപയോഗിക്കും. കണ്ണിൽ സുറുമ എഴുതാൻ ഉപയോഗിക്കുന്ന കോലിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദാണ് മീൽ. അതിൻ്റെ ദൈർഘ്യമാണോ പറഞ്ഞത്? അത്രയും ഉയരത്തിലാണോ ഉണ്ടാവുക? അതല്ല, സാധാരണ ഭൂമിയിലെ മസാഫത്ത്, ദൂരം പറയുന്ന 1 കിലോമീറ്റർ ആണോ എന്നതറിയില്ല എന്ന ആ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇത്രയും അകലത്തിൽ നിന്നിട്ട് പോലും നമുക്ക്, അതോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വനങ്ങളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. 40-ലധികം പുഴകളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എമ്പാടും തോടുകളും കുളങ്ങളും കാനലുകളും, ഒരു ഭാഗത്ത് കടലും.
ഇതൊക്കെ സമൃദ്ധിയായുള്ളൊരു നാട്ടിലാണ് ഈ ചൂട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥകൾ പരസ്പരം പങ്കുവെക്കുന്നത്. ഇതൊന്നുമില്ലാത്ത ഊഷരമായ മരുഭൂമി പോലെ നിൽക്കുന്ന ആ മാശറിൽ ഈ ചൂട് എന്ന് പറയുമ്പോൾ 1 മൈൽ ഉയരത്തിലാണ് സൂര്യൻ ഉള്ളതെങ്കിൽ എന്തായിരിക്കും ആ വിയർപ്പിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. അപ്പോൾ ഒരു വിശ്വാസി അറിയാതെ പറയല്ലോ, പടച്ചോനെ ഇതെന്നെ താങ്ങാൻ കഴിയണില്ല, ഇത്രയും ദൂരെ നിൽക്കുന്ന ഈ സൂര്യൻ്റെ ചൂട് പോലും താങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ റബ്ബെ അർശിൻ്റെ തണല് കിട്ടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ സുബ്ഹാനല്ലാ എന്ന് അള്ളാനെ വാഴ്ത്താൻ കഴിയാതെ പോകുന്നുവെങ്കിൽ ഈ ചൂട് സഹിക്കുന്നതിലേറെ അപ്പുറത്ത് അവിടുത്തെ ചൂടിൻ്റെ വാഹകരായി മാറേണ്ടി വരുമെന്നുള്ളത് ഏറ്റവും വലിയൊരു ദുര്യോഗമാണ്. മാത്രമല്ല ആ ചൂട് സഹിക്കുന്ന സമയത്ത് ഉള്ളൊരവസ്ഥ റസൂലുള്ള പറയുന്നുണ്ട്. മനുഷ്യർ ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ചിരട്ടയിൽ ലേശം വെള്ളം വെച്ചാൽ എവിടുന്നൊക്കെ ആ കിളികളും ജീവികളും ആ വെള്ളം കുടിക്കാൻ വരിക? നമ്മൾ കണ്ടു പരിചയമില്ലാത്ത കിളികൾ വരെ വന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ടാവും. അപ്പോൾ വെള്ളത്തിൻ്റെ ദൗർലഭ്യതയാണ് പ്രശ്നം. എന്നാലും ഒരു കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ പോയാൽ ഒരു കുപ്പിയിലെ വെള്ളം കിട്ടിയിട്ട് കുടിച്ച് ബാക്കി എറിയുമ്പോൾ ആ വെള്ളത്തിൻ്റെ വില മനസ്സിലാകാതെ പോകുന്നുവെങ്കിൽ പ്രശ്നമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നരകത്തിൻ്റെ ചൂടിങ്ങനെ ഏറ്റുവാങ്ങിയിട്ട് മനുഷ്യന്മാർ സ്വർഗക്കാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അനഫീദു അലൈനാ മിനൽ മായി, കുറച്ച് വെള്ളം ഞങ്ങൾക്കൊന്ന് ഒഴിച്ചു തരുമോ? കാരണം ഈ ചൂടത്ത് നമ്മോടിപ്പോൾ പറയുന്നു, ദാഹമില്ലെങ്കിലും നിങ്ങൾ വെയിലത്തിറങ്ങിയില്ലെങ്കിലും ഓരോ മണിക്കൂറിലും നിങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഇനി നിങ്ങൾ ജോലിയിൽ ഏർപ്പെട്ടാൽ ദാഹിക്കുന്നില്ലെങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ അധികാരികൾ നമ്മോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവിടെ നരകത്തിൻ്റെ എരിപരി കൊള്ളുന്ന ചൂടത്ത് അപ്പുറത്ത് സമൃദ്ധമായ ആളുകൾ വെള്ളത്തിൽ ഇങ്ങനെ സുഖിച്ച് ജീവിക്കുമ്പോൾ ഈ തീ അനുഭവിക്കുന്ന, തണലില്ലാത്ത ചൂടനുഭവിക്കുന്ന ഈ ആളുകൾ ലേശം വെള്ളം ചോദിക്കുന്ന രംഗം പറയുന്നുണ്ട്. ഔ മിമ്മാ റസഖക്കുമുല്ലാ, അല്ലെങ്കിൽ അള്ള നിങ്ങൾക്ക് തന്ന വല്ലതും വെള്ളമാണ് ആവശ്യം. നിങ്ങളാ തണുത്തൊരു വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് കാണുമ്പോൾ ദാഹിക്കുന്നവൻ്റെ ആ മോഹത്തിൻ്റെ ആഴം ആലോചിച്ച് നോക്കുങ്ങൾ. അവിടെ പറയുന്ന വാക്കുണ്ട്, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അതെ, കാഫിരീറ്റങ്ങൾക്ക് അള്ളത് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ വെള്ളം തടസ്സം നിൽക്കുന്ന, തടയപ്പെടുന്ന ഒരവസ്ഥയെക്കുറിച്ച് കൂടി പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനിയോ ആ ചുട്ട് തിളക്കുന്ന അവസ്ഥ റസൂൽ ഒറ്റ വാക്കിൽ വിശദീകരിക്കുന്നുണ്ട്. നരകത്തിലെ മനുഷ്യൻ്റെ ചൂടിൻ്റെ ഭാവന പറയുന്നത്, ഒരു ചെരുപ്പ്, തീ കൊണ്ടുള്ള ഒരു ചെരുപ്പിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട് പറഞ്ഞ വാക്ക് യഅലി മിൻഹു മാ ദിമാഉഹു എന്നാണ്. തലച്ചോറ് തളച്ചു മറിയും എന്നാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൂര്യതാപമേറ്റ് തൊലിയൻ പോയിട്ട് പച്ച ഇറച്ചിയായി മാറിയത് നമ്മൾ കണ്ടു. മനുഷ്യൻ്റെ ഷർട്ടൊക്കെ നീങ്ങിപ്പോയിട്ടാണ് ആ കരിഞ്ഞു പോലെ ആയിത്തീരുന്നത്. അപ്പം മനുഷ്യന് ഇത്രയും അകലത്തിലുള്ള സൂര്യനെ കൊണ്ട് മനുഷ്യരുടെ തൊലികൾ പോയി ഇപ്പോൾ ഇന്നൊക്കെ പറയുന്നത് 40 ഡിഗ്രിയായി 45 ഡിഗ്രിയായി മനുഷ്യന്മാർ മരിച്ചു വീഴുന്ന, അത്രയും വലിയ താങ്ങാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ 1 മൈൽ അകലെ നിന്നിട്ട് മരിക്കാതെ മനുഷ്യന്മാർ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തലച്ചോറ് ചൂടുകൊണ്ട് തിളച്ച് മറിയുമെന്ന് പറയുമ്പോൾ റസൂൽ വെറുതെ പറയാത്ത, അല്ലെങ്കിൽ കളവ് പറയാത്ത റസൂലുള്ള വിശ്വാസികളുടെ ജാഗ്രതയ്ക്ക് വേണ്ടി പറയുന്നതാ, ഗൗരവത്തിന് വേണ്ടി സൂചിപ്പിക്കുന്നതാ. അത്തരം തപിക്കുന്ന ആ ചൂട് മനസ്സിലാൻ തട്ടിയാൽ വിശ്വാസി മുൻകരുതെടുക്കും, റബ്ബേ ആ ചൂടിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള പ്രവർത്തനങ്ങളിൽ നിരതരാകും എന്നർത്ഥം. മാത്രമല്ല അവിടെ ആ ചൂടിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നുണ്ട്, യശ്വിൽ വുജൂഹ. അവിടെ ആ ചുട്ടു തിളക്കുന്ന ദാഹിച്ച മനുഷ്യന്മാർ കിട്ടുന്നത് മോന്താൻ നോക്കുക സമയത്ത്.
പക്ഷേ ആ ചൂടുള്ള വെള്ളം മുഖത്തെ കണ്ട് അടുപ്പിക്കുമ്പോൾ മുഖം തന്നെ കരുവാളിച്ചു പോവും. ശവ്വായ പഠിച്ചതാണല്ലോ നമ്മൾ, ശവ്വായ വാങ്ങി കഴിക്കുന്നതുമാണല്ലോ. വളരെ നോക്കൂ, മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ ഒറ്റ പേരേ ഉള്ളൂ, മയ്യത്ത് എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ കോഴി മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരാണ് നമ്മുടെ നാട്ടിൽ. കാരണം നമ്മൾ തീറ്റയുടെ വിഭവമാണ്. എത്രയാ പേര് കോഴിക്കുകൾ ആലോചിച്ച് നോക്കൂ. പക്ഷെ ഒരു വാക്ക് ഖുർആൻ ഉപയോഗിച്ച് മശ്വി എന്നാണ്, കരിഞ്ഞു പോകും നിങ്ങളുടെ മുഖമെന്ന്. എന്നിട്ടോ എന്നാലും മനുഷ്യന്മാർ ആ ദാഹത്തിന്റെ കാഠിന്യം കൊണ്ട് കുടിച്ചു പോകുമ്പോൾ പറയുന്ന വാക്ക്, ഖുർആൻ പറയുന്ന വാക്ക്, അവരുടെ അന്നനാളം മുറിഞ്ഞു പോകുന്ന ആ ചൂടുകൊണ്ട്. അപ്പൊ അത്തരത്തിലൊരു നരകം വരാനുണ്ടല്ലോ റബ്ബേ എന്ന് ആലോചിക്കുമ്പോ, തബൂക്ക് യുദ്ധത്തിന് പോകാത്ത മനുഷ്യര് പല കാരണങ്ങളെ കൊണ്ട് പോകാതിരുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്തുകൊണ്ട് തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാരണം, ഈ ജാതി വെയിലത്തൊക്കെ എങ്ങനെയാ നബിയെ പോവുക, എന്തോരം ചൂടാണത്, ഈത്തപ്പഴം പഴുക്കുന്ന ഹ്യൂമിഡിറ്റി ഉള്ള സമയല്ലേ, ഈ സമയത്തൊക്കെ എങ്ങനെയാ യുദ്ധത്തിന് പോകാന്ന് ചോദിച്ചപ്പോ അതിന് അല്ലാഹ് അവർക്ക് പറഞ്ഞ മറുപടിയാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. ഖുൽ, എങ്കിൽ ഈ ചൂട് കൊണ്ട് യുദ്ധത്തിന് പോകാതെ അലസത കാണിച്ച ആളുകളോട് പറയണം കേട്ടോ. എന്താ പറയേണ്ടത്? നാറു ജഹന്നമ അശദ്ദു ഹർറൻ, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ കാഠിന്യമുള്ളതാണ് കേട്ടോ. നരകത്തിന്റെ ചൂട് ആലോചിക്കുമ്പോൾ ഈ ചൂട് പ്രശ്നമല്ല എന്ന് ബോധ്യപ്പെടും. അതുപോലെ നരകത്തിന്റെ ചൂട് മനസ്സിൽ തപിക്കുമ്പോൾ ഇബാദത്തുകൾക്ക് തടസ്സം നിൽക്കാനോ ഇബാദത്തുകൾ ചെയ്യാതെ ഈ ചൂടുകൊണ്ട് വിമുഖരാവാനോ തോന്നില്ല. ഒരു കൊടയെടുത്തുകൊണ്ടോ വാഹനമെടുത്തുകൊണ്ടോ ജമാഅത്തിലേക്ക് എത്താൻ അവന്റെ മനസ്സ് അവനോട് പറയും. നേരിട്ട് വെയിൽ തട്ടണ്ട എന്നല്ലേ അധികാരികൾ പറയുന്നത്. എന്നാ വെയിൽ വേണ്ട, കൊടെടുത്താട്ടെ. എന്നാലൊരു ജമാഅത്ത് മുടക്കാൻ പറ്റില്ലല്ലോ. ഈ ചൂടത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു ഇബാദത്തും മുടക്കിയിട്ടില്ല എന്ന റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഫഅബിരിദു, നട്ടുച്ചയുടെ വെയിലത്ത് നിങ്ങൾ നിസ്കരിക്കാൻ വരണ്ടട്ടോ, ഈ ചൂടൊന്നാൻ ശമിച്ചോട്ടെ, എന്നിട്ട് മതി ജമാഅത്തിന് വരലെന്ന് വിളിച്ചു പറയാൻ വരെ കൽപ്പിച്ചിട്ടുണ്ട്. ചൂട് അന്നുണ്ട്, മനുഷ്യർക്ക് സഹിക്കാൻ കഴിയാത്ത ചൂട് അന്നുണ്ട്. പക്ഷേ ആ ചൂടിനേക്കാൾ മനസ്സിൽ നരകമെന്ന ചൂടും വേജാറുണ്ടാകുമ്പോൾ അമലുകളിൽ കാർക്കശ്യവും കൃത്യതയും കണിശതയുണ്ടാവും. അങ്ങനെ ജീവിക്കുമ്പോഴാണ് വിശ്വാസിക്ക് ഏതു തരം അവസ്ഥകൾ വരുമ്പോഴും അത് പ്രതിഫലാർഹമാക്കി മാറ്റാനും അതിലൂടെ പരലോകത്തെ മുമ്പിൽ കാണാനും കഴിയുക. അത്തരത്തിൽ ജീവിതാനുഭവങ്ങളെ പരലോകത്തേക്കുള്ള വിജയമാക്കി മാറ്റാനും മുതൽക്കൂട്ടായി സ്വീകരിക്കുവാനും അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.